ഈ അന്നമ്മ ചേട്ടത്തിയുടെ സൗണ്ട് എന്നാ ഗാംഭീര്യം അറിയാവോ? സത്യം പറഞ്ഞ അന്നമ്മ ചേട്ടൻ സംസാരിക്കാൻ നേരത്ത് നമുക്ക് അവരോട് തന്നെ ഒരു ബഹുമാനം തോന്നും. എന്റെ ബാലപ്പ, ഓ അതായത് നമുക്ക് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഉത്സവത്തിന് നാസിക് ഡോൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ, സ്ഥിരം നിന്റെ ചെവിയിൽ രണ്ട് സൈഡിൽ നാസിക് ഡോൾ കൊണ്ടിട്ട് അടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതെനിക്ക് ഇഷ്ടമാണ്. അല്ല അതാണ് പറഞ്ഞു വന്നത്. പിന്നെ അല്ലാതെ എന്റെ മുതലാളി ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിപ്പോ നാട്ടിലേക്ക് അറിഞ്ഞ നാണക്കേടാകേണ്ട കേസാണ്. എന്താണ് ഇതിപ്പോ 5 ലക്ഷം രൂപ കൊടുത്ത് ഒതുക്കി തീർത്തോണ്ടാണ് പ്രശ്നമില്ലാത്തത്. ഇത് നാണക്കേട് നമ്മളല്ലേ അറിഞ്ഞ, വെളിയിൽ ആരറിയാ? വെളിയിൽ ആരും അറിയാറ്. ഇതാരെങ്കിലും ഇവിടെ നിന്ന് ആരെങ്കിലും വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലാ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ വൈറലായേനെ, ഏറിക്കിടന്ന് കറങ്ങിയേനെ നിങ്ങൾ. ഇപ്പൊ ഞാനാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇത് ഞാനാണെന്നുള്ളി എന്നുള്ള കാര്യം എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ലേ? പിന്നല്ല എനിക്ക് പിന്നെന്തോ വരും, ഞാൻ പറഞ്ഞു കൊടുക്കും. ബാലപ്പ ഇവിടെ പണിക്ക് വന്നിട്ട് എത്ര ആളായി? ഞാൻ വന്നിട്ട് ഇപ്പൊ 15 വർഷമായി. 15 വർഷമായി. എത്ര വയസ്സായി ഇപ്പൊ? എനിക്കിപ്പോ 19 വയസ്സ്. 16 എന്ന് പറയാത്തെന്ത്? 16 എന്ന് പറഞ്ഞ ഈ കോലക്കെട്ട് ആരും വിശ്വസിക്കത്തില്ല. 19 കറക്റ്റ് ആയിട്ട് വിശ്വസിക്കും. എടാ എന്റെ അച്ഛൻ്റെ കൂടെ പഠിച്ചവന് നിനക്ക് എത്ര വയസ്സായെന്ന് കറക്റ്റ് പറയാ. 43 വയസ്സ്. ഒരു കല്യാണം വേണ്ടേ? കല്യാണം കഴിക്കാനായിട്ട് മുതലാളി സമ്മതിക്കും. അതെന്തോ റിയാക്ഷൻ? ആരെങ്കിലും കണ്ടാ എന്തോ വിചാരിക്കോടാ? കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കൂല. മുതലാളി എനിക്ക് ലീവ് തരത്തില്ലല്ലോ. ലീവ് തരത്തില്ലല്ലോ മുതലാളി. ലീവ് തരത്തില്ല. അപ്പൊ ഇനി മുതല് ബാലപ്പന് ഞാൻ ലീവ് തരും. ലീവ് തരുന്നു എനിക്കാ? പിന്നെ അതുപോലെ തന്നെ ശമ്പളം ഇപ്പൊ എത്ര കിട്ടുന്നേ? എനിക്കിപ്പോ ഡെയിലി 110 രൂപ. 110 അല്ല, 110 രൂപയ്ക്ക് എങ്ങനെ ജീവിക്കും ഇന്നത്തെ കാലത്ത്? ഞാനും ആലോചിക്കുന്നത്, ഒരു ബീഫ് കറി മേടിച്ച് നിന്നാ നീ ജീവിക്കാൻ പറ്റുമോ? മുതലാളി തിന്നാൻ നേരത്തെ അതിനകത്ത് കറിവേപ്പില തേങ്ങാക്കൊത്തും അല്ലേ ഞാൻ തിന്നുന്നത്, അല്ലാതെ ഞാൻ ബീഫ് കറി വല്ലതും തിന്നിട്ടുണ്ട്. ഇനി തൊട്ട് നിന്റെ ശമ്പളം എത്രയെന്നറിയോ? എത്രയാ? 510 രൂപ. എനിക്കാ? 510 രൂപ. ഡെയിലി 510? അതെ. കണ്ടാ, എന്റെ മുതലാളി എനിക്ക് ഡെയിലി 510 രൂപ ശമ്പളം തരാൻ പോകുന്നു. ഇനി മുതൽ ഈ ബാലപ്പന്റെ ശമ്പളം എന്താണെന്നറിയാമോ? 510 രൂപ. നീ ബാലപ്പനല്ലേ? അതെ. അല്ലാതെ ബാലയ്യ അല്ലല്ലോ ഈ വേരിയേഷനിൽ കളിക്കാൻ. 510 രൂപയാണ് നിന്റെ ശമ്പളം. മാത്രമല്ല പെങ്കൊച്ചിന് ഞാൻ പറയും, ആ പെങ്കൊച്ചിന് നീ കല്യാണം കഴിക്കണം. ആരാന്നറിയോ? ഞാൻ ഇന്ന് നുള്ളി എന്ന് പറഞ്ഞില്ലേ, ആ പെങ്കൊച്ചിന് നീ കല്യാണം കഴിക്കണം. എന്നിട്ട് ഇവിടെ ഈ കോട്ടേഴ്സിൽ താമസിക്കണം കേട്ടോ. പിന്നെ ഇടയ്ക്ക് നിനക്ക് ഊട്ടിയിൽ മാനേജറായിട്ട് ഞാൻ ജോലി വേണമെങ്കിൽ മേടിച്ചു തരാം. പറ്റുമോ? ഞാൻ ഊട്ടിയില്ലേ? അതെ, ഊട്ടിയിൽ മാനേജറായിട്ട് അവിടെ ചോദിക്കുന്നു. അവളിവിടെ നിൽക്കും, വിഷയമില്ല, ഒരു വിഷയമില്ല. എന്റെ കൂടെ അല്ലേടാ ആ മൂലക്കിരിക്കുന്നതേ? പന്നിപ്പടക്കമല്ലേ? അതെ, അത് പന്നിപ്പടക്കമാണെന്ന് എനിക്കറിയാലോ. അതറിഞ്ഞു വെച്ചോണ്ട് ഞാനതെടുത്ത് അവിയലുണ്ടാക്കും. അതില്ല. ഇല്ലല്ലോ. ഇല്ല, ആ പരിപാടി വേണ്ട. എന്റെ മുതലാളി 5 വർഷമായിട്ട് ഞാൻ വള്ളിയെ പ്രണയിച്ചോണ്ടിരിക്കുവാണ്. വള്ളിയെ പ്രണയിക്കാൻ നീ ടാർസനാ? അയ്യോ, ആ വള്ളിയുടെ കാര്യമല്ലെന്ന്. പിന്നെ നമ്മുടെ രാമപ്പനില്ലേ, രാമപ്പൻ ചേട്ടന്റെ മോള് വള്ളിയെ ഞാൻ ഇഷ്ടത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ വേറെ കല്യാണം കഴിക്കുന്നത് എങ്ങനെ? എന്നാലും മുതലാളി ആവശ്യമില്ലാതെ വള്ളി പിടിക്കേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ലേ? ഞാൻ പെങ്കൊച്ചിനെ കണ്ടിട്ട് പോലും ഇല്ല. അയ്യോ, എന്റെ വള്ളിയെ കയറി പിടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നുള്ളിയില്ലേ, ഇത് പിടിക്കേണ്ട കാര്യം. ഇത് എങ്ങനെ ഇത് നുള്ളി? ഇത് എങ്ങനെ നുള്ളി? ഞാനിത് നുള്ളിയതല്ലെന്ന്. ഈ പെങ്കൊച്ചിന്റെ ദേഹത്തെ ഈ ചോര കുടിക്കുന്ന ഒരു അട്ട വന്ന് കയറി. അപ്പൊ ഞാനത് ഇങ്ങനെ നുള്ളി എടുത്തതാണെന്ന്. ചോര കുടിക്കുന്ന അട്ട? അതേന്ന്, ഇല നുള്ളിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ചോര കുടിക്കുന്ന അട്ട. ഇത് എവിടെ നിന്ന് വന്നാ എന്തോ ഇവിടെ ഈ ചോര കുടിക്കുന്ന അട്ടേ? ഇവിടെ ഉള്ള അട്ടയല്ലേ? മുതലാളിയെ കണ്ടു പഠിച്ചായിരിക്കും പെണ്ണുങ്ങളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെ ചോര കുടിക്കണമെന്ന്.